ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ നല്ല വെയിലത്ത് നമ്മൾ ഈ കുടയും പിടിച്ചുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മളോട് ബേസ് ബോർഡിന് വേണ്ടിയിട്ട് ഷോപ്പിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ഏകദേശം ഒരു 12:30 ആയി കാണും. നല്ല ചൂടുള്ള സമയമാണ്. നമ്മളങ്ങനെ അടുത്തുള്ള ഒരു ബേക്കറിയിൽ പോയി ഒരു കാർഡ്ബോർഡ് സംഘടിപ്പിച്ചു കേട്ടോ. വീണ്ടും ഒരു വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനുള്ള കാരണം നിങ്ങൾ തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് വീണ്ടും എനിക്ക് അങ്ങനെ ഒരു വർക്ക് ചെയ്യണമെന്ന് തോന്നിയത്. മുമ്പൊരു വർക്ക് ചെയ്തിട്ടപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലൈക്സും വ്യൂസും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ടൊരു മോട്ടിവേഷൻ ആയിരുന്നു കേട്ടോ. അതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അങ്ങനെ ഇപ്പോൾ രണ്ടാമത്തെ ഒരു വർക്ക് കൂടെ ചെയ്തേക്കുവാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു ആൻറ്റി ഉണ്ട് കേട്ടോ, ഷെർലി എന്നാണ് ആൻറ്റിയുടെ പേര്. അപ്പോൾ എൻ്റെ ആ കഴിഞ്ഞ വർക്ക് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്ക് അതുപോലെ ഒരെണ്ണം ചെയ്തു തരുമോ ചോദിച്ചു. അതുപോലെ അല്ലെങ്കിൽ അതുപോലത്തെ മോഡലുള്ള വേറെ ഏതെങ്കിലും ചെയ്തു തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആൻറ്റി എന്തായാലും അത് വേണ്ട, നമുക്ക് വേറൊരു മോഡൽ ചെയ്യാം. കാരണം റിപ്പീറ്റേഷൻ വരുമ്പോൾ എന്തായാലും ചെയ്യുന്ന എനിക്കും കാണുന്ന നിങ്ങൾക്കും എന്തായാലും ആൻറ്റിക്കും ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നത്. അങ്ങനെ ആൻറ്റി വിളിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇത് പോയിട്ട് കാർഡ്ബോർഡൊക്കെ മേടിച്ച് വർക്ക് ചെയ്യാൻ ആരംഭിച്ചു കേട്ടോ. എൻ്റെയും മോളുടെയും ഒക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് തരുന്നത് ഷെർലി ആൻറ്റിയാണ് കേട്ടോ. ഏത് മോഡൽ കൊണ്ടു കൊടുത്താലും ഏത് സമയത്ത് കൊണ്ടു കൊടുത്താലും ഒരു മടിയും കൂടാണ്ട് എനിക്ക് മോക്കും ഡ്രസ്സൊക്കെ ആൻറ്റി നല്ലോണം അടിപൊളിയായിട്ട് തയ്ച്ചു തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാസം 30-ാം തീയതി എനിക്ക് റിട്ടയർമെൻ്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു ഗിഫ്റ്റായിട്ടും കൂടെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. ആൻറ്റി പറഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ ഞാൻ പോയി എല്ലാം റെഡിയാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനൊരു ഫ്ലവർ ബേസ് മോഡലിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫ്ലവർ ബേസൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ബ്രാഞ്ചസൊക്കെ ഞാൻ കൊടുത്ത്, അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനിത് ബ്ലാക്ക് കളറ് ആക്രിലിക് പെയിൻറ്റൊക്കെ ഞാനത് ബ്രഷ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ ആ ഫ്ലവർ ബേസും ബ്രാഞ്ചസിലും ഒക്കെ ഞാനങ്ങനെ ബ്ലാക്ക് കളറൊക്കെ അടിച്ചു. ബ്ലാക്ക് കളർ കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് ഫ്ലവർ ചെയ്യണമായിരുന്നു. അങ്ങനെ ഫ്ലവറിൻ്റെ പണിയിലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്തവണ ഞാൻ 2 കളർ മാത്രം വെച്ചിട്ടാണ് ആ ഫ്ലവർ ബേസ് സെറ്റ് ചെയ്യുന്നത്. ആ ഒരു കോമ്പിനേഷൻ യെല്ലോ വയലറ്റ് കോമ്പിനേഷനിലായിരുന്നു ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ ഫ്ലവറൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തായിരുന്നു. അത് കഴിഞ്ഞതാണ് ഞാൻ ബ്രാഞ്ചസിലോട്ട് ഫ്ലവേഴ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിൽ ചെയ്ത ഒരു വർക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കാരണം നിങ്ങളുടെ സപ്പോർട്ടായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിപ്പോയി ഞാൻ. സത്യം പറഞ്ഞാൽ ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തെടുത്ത ഒരു വർക്ക് തന്നെയായിരുന്നു അത്. അപ്പോൾ അത്രത്തോളം അല്ല, അതിനും 100 ഇരട്ടിയായിട്ട് കിട്ടിയ സപ്പോർട്ട് ഭയങ്കര എനിക്ക് സന്തോഷം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഇതൊരു മടിയും കൂടാണ്ട് ഞാൻ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് ഞാനത്, മറ്റേത് 2 ദിവസം എടുത്തെങ്കിലും ഇത് ഒറ്റ ദിവസം കൊണ്ടായിരുന്നു ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. എൻ്റെ മോള് തന്നെയാണ് കേട്ടോ എൻ്റെ ക്യാമറാമാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവളാണ് എന്നെ നല്ലോണം ഈ വീഡിയോസൊക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഫ്ലവറൊക്കെ ഏകദേശം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്ലവർ ബേസും കൂടെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ഈ ഡ്രസ്സിൻ്റെ സൈഡിലൊക്കെ വെക്കുന്ന ലേസ് മേടിച്ചിട്ട് അതിൻ്റെ ഒരു ഡിസൈൻ കൂടെ ആ ഫ്ലവർ ബേസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഫ്ലവർ ബേസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തെങ്കിലും ഒരാഴ്ച എടുത്തു കേട്ടോ എനിക്ക് ഒന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ആൻറ്റിക്ക് ഓഫീസിൽ പോകണമായിരുന്നു. അടുത്ത് തന്നെയാണ് ആൻറ്റിയുടെ വീട്. അങ്ങനെ ഞാൻ ഗിഫ്റ്റ് ആൻറ്റിക്ക് കൊടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്